ഞാൻ തുടങ്ങട്ടെ. ദിലീപ് ആരാണെന്നുള്ളതും ദിലീപ് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ. മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന പൊളിച്ചത് പോലും അയാളാണ്. സംഘടന പൊളിച്ചതിന്റെ ദേഷ്യം തീർക്കുകയാണ്. നീ പകപോക്കാണല്ലേടാ. അദ്ദേഹം പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം മാക്ട സംഘടന പൊളിച്ചതിന്റെ ദേഷ്യം തീർക്കുകയാണ്. മറ്റൊരു കേസ് ഇതാണ് സത്യം. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അറിയാതെ വായിന്ന് വെളി വന്നു, ഞാൻ അംഗീകരിക്കുന്നു. അറിയാവല്ല ഒന്ന് കേൾക്കൂ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. താങ്കൾ ആരുടെങ്കിലും ഉച്ചിഷ്ടം തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നോണ്ടാ തോന്നുന്നത്. നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. താങ്കൾ ആരുടെങ്കിലും ഉച്ചിഷ്ടം തോന്നുന്നത്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. രാഹുൽ ഈശ്വർ ദിലീപിന്റെ പണം വാങ്ങി എന്ന് പറഞ്ഞ് ചുമ്മാ തോന്നൽ പറയരുത്. ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദിലീപിന്റെ വീട്ടിൽ ഒരു പാർട്ടി നടന്നിരുന്നു. ആ പാർട്ടിയിൽ 3-4 പേർക്ക് പണം കൊടുത്തു. ഇദ്ദേഹത്തിന് കിട്ടിയില്ലെന്ന് ചോദിച്ചു നോക്കി. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. അത് വേണോ? വേണോ? ആരാ ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അത് വാങ്ങാൻ വേണ്ടി വന്നാണ്. കാശ്മീർ മുണ്ട് കരുതി വെക്കണം. ഈ ദിലീപിന്റെ വിധി വരുമല്ലോ, ഈ ജീൻസും കോട്ട് അല്ലെങ്കിൽ ഈ ബ്ലേസർ അല്ല മുണ്ടിട്ട് പോലും വെളിയിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അന്ന് ഞാനും കാശ്മീർ ഉണ്ടാവും. അന്ന് ഇതേപോലെ ജനകീയ കോടതി വിളിക്കണം. അല്ല, എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത്. മുണ്ട് മുണ്ട് മുണ്ടാ മുണ്ട് പൊക്കണം. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ. ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം. ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂന്നാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം.